ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പൊതിച്ചോർ അല്ലെങ്കിൽ പൊതിച്ചോർ മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ വാക്കുകൾ, അതിനെതിരായി CPM രംഗത്ത് വന്ന സാഹചര്യം. അതിൽ സർക്കാരിൻ്റെ ഒരു പോളിസി എടുക്കുന്നത് CPM ചോദിച്ചിട്ടല്ല. ഇവിടെ സംഭവിച്ചത് ആലപ്പുഴയിൽ ഇന്നലെ മെഡിക്കൽ കോളേജിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ച നടന്നപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് സ്ഥലം കയ്യേറി, മെഡിക്കൽ കോളേജിൻ്റെ ഏരിയ കയ്യേറി ബോർഡ് വെച്ച് അവിടെ ഭക്ഷണപ്പൊതി കൊടുക്കുക എന്ന് പറഞ്ഞ് 2-3 സംഘടനകൾ, അതിൽ സേവാഭാരതിയുണ്ട്, DYFI ഉണ്ട്. അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചേർന്നപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ സ്ഥലം തരാതെ ഇവിടെ നിർമ്മാണം സമ്മതിക്കില്ല എന്ന്. ഇങ്ങനെയുള്ളത് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല, അത് ആര് ചെയ്താലും ശരി. അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ പോകുന്ന ആലപ്പുഴയിലാണ്. അതിന് HDSനെ ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി. ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു പ്രസ്ഥാനത്തിനെയും ബോർഡ് വെച്ച് കയ്യേറി, ഞാൻ ആ കയ്യേറി എന്ന വാക്ക് അടിവരയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. മറ്റു സ്ഥലത്തിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. മറ്റു സ്ഥലത്ത് ഇപ്പോൾ ചെയ്യുന്നത് പോലെ അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം. ഇപ്പോൾ ഒരു വിതരണം ചെയ്തോട്ടെ, ഇനിയിപ്പോൾ എതിർപ്പ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ആലപ്പുഴയിൽ സ്ഥലം കയ്യേറിയാണ് നടത്തിയത്. അതുകൊണ്ട് പിന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ളത് UDFൻ്റെ നയമാണ്. പക്ഷെ അത് അവർക്ക് എല്ലാ ദിവസവും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ഇത് സേവാഭാരതിയെയും DYFയുടെ പൊതിച്ചോറിനെയും ഒക്കെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രേരിതമായി ആലപ്പുഴ 2 കൂട്ടരും സ്ഥലം കയ്യേറി. അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അത് ആരെന്ത് പറഞ്ഞാലും ശരി, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ വിമർശനം വന്ന സമയത്താണ് കോട്ടയത്ത് K കരുണാകരന്റെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ട്രസ്റ്റ്. ഞാൻ ഒരേ നയമാണ് എല്ലായിടത്തും. ഇവിടെ ഞാൻ പറയുന്നത് ആലപ്പുഴയിൽ ഇങ്ങനെ സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട തുടക്കം മുതൽ മിനിസ്റ്റർ പറഞ്ഞത് ആലപ്പുഴ അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ കാര്യം മാത്രമാണ്. അതാണ് പറഞ്ഞത്. അതല്ലാതെ ബാക്കി ഒരിടത്തും ഇപ്പോൾ പൊതിച്ചോറടക്കം അതിനെക്കുറിച്ച് ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല. കാരണം വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ, അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം, കമ്മ്യൂണിറ്റി കിച്ചണ്ട്. അപ്പോൾ അത് ആലപ്പുഴയിൽ ഞങ്ങൾ അത് സംബന്ധിച്ച് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അവിടെ കയ്യേറ്റാണ് നടക്കുന്നത്. അതാര് നടത്തിയാലും ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. DYFIക്ക് അടക്കമുള്ള സംഘടനകൾക്ക് പൊതിച്ചോറടക്കം വിതരണം ചെയ്യാം. ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ മാത്രമാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സ്ഥലം പോലും കൊടുക്കാത്ത തരത്തിൽ കയ്യേറി പല സംഘടനകളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതല്ലാതെ മറ്റൊരു സർക്കാർ ആശുപത്രിയിലും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിലക്കും നിലവിൽ സർക്കാരിൻ്റെ ആലോചിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ടറോട് പങ്കുവച്ച വിവരം. വീഡിയോ ജേർണലിസ്റ്റ് റിജോയിനൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.